നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. പുക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ബീവറേജിൽ മദ്യം വാങ്ങാൻ വന്നവരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ പെരിഞ്ഞനം കൊളങ്ങര മിൻഷാദ്, പുതിയ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി മൺചട്ടിയിൽ പച്ചക്കറി കൃഷിയുടെ വിതരണോദ്ഘാടനം നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. പുക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിനാണ് തീപിടിച്ചത്. വടക്കൻ പറവൂർ ലേബർ കവലയ്ക്ക് സമീപത്ത് ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. വാഹനത്തിന്റെ ടയർ യാത്രക്കിടെ കത്തുകയായിരുന്നു. തുടർന്ന് ടയർ മുഴുവനായും കത്തിയമർന്നു. ഈ സമയം സമീപത്തൂടെ വരികയായിരുന്ന മറ്റൊരു യാത്രികൻ തീപിടിച്ചത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് പരിക്കില്ല. പകുതിയിലേറെ അരിയുടെ ബാഗുകൾ കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ബിവറേജിൽ മദ്യം വാങ്ങാൻ വന്നവരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശികളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളുമായ പെരിഞ്ഞനം കൊളങ്ങര വീട്ടിൽ മിൻഷാദ്, പുതിയ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പൊക്കിളായി ബിവറേജിൽ മദ്യം വാങ്ങാൻ എത്തിയ വഞ്ചിപ്പുര സ്വദേശികളായ കണ്ണൻ, ബാബു എന്നിവരെ മിൻഷാദ്, ഷാനവാസ് എന്നിവർ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. വിവരമറിഞ്ഞ മതിലകം പോലീസ് അക്രമസ്ഥലത്തെത്തിയപ്പോൾ പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വിവരം കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കയ്പമംഗലം പോലീസും മതിലകം പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കടയിൽ നിന്ന് പ്രതികളെ പിടികൂടുകയായിരുന്നു. മാള ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി മൺചട്ടിയിൽ പച്ചക്കറി കൃഷിയുടെ വിതരണോദ്ഘാടനം നടന്നു. മാള കൃഷിഭവനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അണക്കത്തിപ്പറമ്പിൽ പ്രേമാനന്ദ് എന്ന കർഷകന് വളവും മണ്ണും നിറച്ച ചട്ടിയും തൈകളും നൽകി വിതരണോദ്ഘാടനം നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വാർഡുകളിലെ മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുണഭോക്തൃ വിഹിതം അടച്ച കർഷകർക്ക് മാള ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ മൺചട്ടിയും തൈകളും വിതരണം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും AKSTU സ്ഥാപക നേതാവുമായ എടത്താട്ടിൽ മാധവൻ മാസ്റ്ററുടെ നിര്യാണത്തോടനുബന്ധിച്ച് CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. CPI മാള മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, ജോർജ് നെല്ലിശ്ശേരി, KC വർഗീസ്, ബിനിൽ പ്രതാപ്, നസീർ നമ്പൂരി മഠത്തിൽ, ക്ലിഫി കളപ്പറമ്പത്ത്, AKSTU ജില്ലാ പ്രസിഡന്റ് OR ചിത്ര, TN വേണു, VM വത്സൻ എന്നിവർ സംസാരിച്ചു. വളരെ മാതൃകാപരമായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ച് മാതൃക കാണിച്ച ഒരു നേതാവിനെയാണ് നമുക്ക് ഇഷ്ടമായത്. അദ്ദേഹം പ്രധാനമായി പ്രവർത്തിച്ചത് അധ്യാപന പ്രസ്ഥാനത്തിലാണ്. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. കോഴിക്കോട് രൂപതാ മെത്രാൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ ഞാൻ നേരുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹം ഈ സ്കൂളിൽ പഠിപ്പിച്ച്
സമരമീ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പണികളിറങ്ങുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ചാരിതാർത്ഥ്യം ഉണ്ടായിരിക്കും. അനേകം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് അറിവെത്തിച്ചു കൊടുത്ത് അവരെ ഈ രാജ്യത്തിന് വലിയ പൗരന്മാരാക്കി തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് വലിയ കാര്യമാണ്. ഇനിയും സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അദ്ദേഹം ഷൈൻ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. നമുക്കിവിടെ പല രാഷ്ട്രീയക്കാരുമുണ്ട്. ഡേവിഡ് മാസ്റ്ററുണ്ട്, നമ്മുടെ പാർലമെന്റ് മെമ്പർ ബെന്നി ബെഹനാനുണ്ട്, അതുപോലെ മറ്റു പലരൊക്കെ ശ്രീമതി രാഷ്ട്രീയക്കാരാണ്. അപ്പം അതുപോലെ വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട് ബെന്നി മാഷ് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായിരുന്നു. പ്രശസ്ത സിനിമാ മിമിക്രി കഥാപ്രസംഗം ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം വിശിഷ്ടാതിഥിയായി. സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പുക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു കൈതാരൻ, റീന സേവ്യർ, PTA പ്രസിഡന്റുമാരായ PS ഷിബു, PG ജെസ്സി, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CA ബെന്നി എന്നിവർ സംസാരിച്ചു. അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രത്തിൽ നടതുറപ്പ് മഹോത്സവം ആഘോഷിച്ചു. ദീപാരാധന, സാമൂഹ്യാരാധന, ദണ്ഡമുത്തപ്പന് ദണ്ഡ് നിവേദ്യം, തുടർന്ന് പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിന് തീപിടിച്ചു. ഒഴിവായത് വൻ ദുരന്തം. പുക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അരിയുമായി പോവുകയായിരുന്ന വാഹനത്തിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ബിവറേജിൽ മദ്യം വാങ്ങാൻ വന്നവരെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ പെരിഞ്ഞനം കൊളങ്ങര മിൻഷാദ്, പുതിയ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി മൺചട്ടിയിൽ പച്ചക്കറി കൃഷിയുടെ വിതരണോദ്ഘാടനം നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.